ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉപ്പാൻ്റെ കൂടെ ആറളം ഫാം വരെ ഒന്ന് പോവാണ് കേട്ടോ. ഞാനും എമ്മു, ഉപ്പയും ഉമ്മയും നമ്മൾ ഓമിനിയിലാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ആയിന് കേട്ടോ കീയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഞായറാഴ്ചയാണ്, ഞാനത് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിന്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ പോയത്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ ആറളം ഫാം. വൈകുന്നേരങ്ങളിൽ അധികം ലൈറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, കാരണം ആന ഇറങ്ങുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മൾ ചായ കുടിച്ചു. അപ്പോൾ ഉപ്പാക്ക് അറിയുന്ന ഒരു പീടികയിൽ നിന്ന് ആളായിരുന്നതുകൊണ്ട് ആ പീടികയിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ കടിയൊന്നും ഇല്ല. അപ്പോൾ മുറുക്കും എമ്മോ ഐസാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ ചായ കുടിച്ച്. അപ്പോൾ കടികളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തി. കുറേ ലോങ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. മൊത്തമായിട്ട് ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് ഷോർട്ടാക്കിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഭാഗത്തെല്ലാമായിട്ട് സാധനങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. നല്ല വ്യൂ ആണ്, എന്താ നല്ല രസമാണ്. പ്രത്യേകമായിട്ടുള്ള ഒരു വേറെ തന്നെ ഒരു രസം, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം. നല്ല രസമാണ് ഇങ്ങനെ കണ്ടിട്ട് പോകാൻ തന്നെ. എമ്മൂക്ക് പിന്നെ ഭയങ്കര ഒരു ഹാപ്പി തന്നെയാണ്. എനിക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം, അത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എൻ്റെ സൗണ്ട് കുറച്ചൊരു അടഞ്ഞ പോലെയുള്ളത്. നൈറ്റാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. നമ്മളിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ പോരണ്ട്, പക്ഷെങ്കിൽ ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള മടി കാരണം ഞാൻ വീഡിയോസ് എടുത്ത് വെക്കലില്ല. നമ്മളിതാ ഈ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കയറുമ്പം തന്നെ അവിടുത്തെ നായ ഇങ്ങനെ കുരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത് ഭയങ്കര പേടിയാണ്. ഇഷ്ടമല്ലാണ് ഈ നായ്ക്കളെ, പക്ഷെങ്കിൽ ഭയങ്കര പേടിയാണ്. പിന്നെ നമുക്ക് ഒന്നാമത് തൊടാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് തൊടുകയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര കുരയായിരുന്നു. അപ്പോൾ മൂക്ക് പേടിച്ചിട്ട് കീന്നില്ല. ഉപ്പ കുറേ പ്രാവശ്യം ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഭാഗത്തെല്ലാം സാധനം കൊടുക്കുന്നത്, അപ്പോൾ കുറേ പ്രാവശ്യം വരുന്നതുകൊണ്ട് ഉപ്പാൻ അങ്ങനെ ഇതായിട്ടില്ല. പക്ഷേ എമ്മൂക്കും എനക്കെല്ലാം ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവർ നായിനെ കുറച്ച് അങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ കീഞ്ഞത്. ഇവിടെ കുറേ ആടുകളുണ്ട്, കുറേ ആട്, കോഴി, പിന്നെ കുറേ ചക്ക ഉണ്ട്. നമ്മളെ ഈ ഏരിയയിൽ ചക്കയെല്ലാം കുറവാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ കുറേ ചക്കയെല്ലാം നമുക്ക് പറിച്ചു തരും. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, ഭയങ്കര കാര്യം നമ്മളെ, പ്രത്യേകിച്ച് എൻ്റെ ഉപ്പാന ഭയങ്കര കാര്യമാണ്. അപ്പോൾ കുറേ ആട്ടിൻകുട്ടികൾ കുഞ്ഞി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെല്ലാം കുറേ തട്ടി നടന്ന് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ തട്ടിയിട്ടുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എമ്മൂക്കും എന്നെ പോലെ ഇങ്ങനെ ആടിന പൂച്ചനെല്ലാം ഭയങ്കര ഇഷ്ടമായി, കോഴികള അങ്ങനെ മൃഗങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഈറ്റിങ്ങളെ കളി കാണാൻ വേണ്ടിയിട്ട്. വലിയ ആട്ടിനെ കുറച്ച് പേടിയാണ് കേട്ടോ, കുഞ്ഞിന് അത്ര പേടിയില്ല. അപ്പോൾ എമ്മു മെയിനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനിക്ക് കോഴിനെ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ചെറിയൊരു കോഴിക്കൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. എമ്മൂസ് വന്നിട്ടില്ല അതിനാണ്. അപ്പോൾ ഉപ്പ വന്നിട്ടുള്ളത് ചക്ക. കുറേ ഉപ്പ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ചക്കയെല്ലാം കൊണ്ടുവരുത്ത്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നോട് കുറേ വരെ ചക്കൻ്റെ കഥ, ആന വരുന്ന കഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോടിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരിങ്ങനെ ഉപ്പ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചക്കല എടുത്ത് വെക്കുന്ന സമയത്ത് എന്നോട് കുറേ ടൈം ഇതെടുത്തേനു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടേനു. അപ്പോൾ എനിക്ക് ഈ റെക്കോർഡ് ആക്കുന്നത് കൊണ്ട് ഇവർ സംസാരം എടുക്കാൻ വേണ്ടി പറ്റില്ല, കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവർക്കൊരു എന്തോ ഒരു ഇതുപോലെ ആയിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം ഫോൺ മാറ്റി വെക്കിയതിന്. കാരണം അവർ സംസാരിക്കുന്നതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത പോലെ അങ്ങനെ തോന്നിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോയിനെ വാങ്ങിച്ചിന് കേട്ടോ. 2 കോയിനാണ് എടുത്തിട്ടുള്ളത്. എമ്മൂൻ്റെ നിർബന്ധപ്രകാരമാണ് വാങ്ങിയിട്ടില്ല. രണ്ട് പെണ്ണ് കോയിനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് ഓൻ തന്നെയാണ് എടുത്തുകൊണ്ടേക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിട്ട് കോയിന. അപ്പം കുറേ ദിവസമായി കോയിനെ ആക്കിയിട്ട് കോയിനെ വാങ്ങിക്കണം എന്നിട്ട് ഉപ്പാപ്പനെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഓമിനിൽ വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പാൻ്റെ ആദ്യ സാധനം കൊണ്ടുവന്ന വണ്ടിയാണ്. ഇപ്പം അങ്ങനെ എടുക്കലില്ല, വേറെ വണ്ടിയാണ് എടുക്കൽ.
അപ്പോൾ നമ്മളിങ്ങനെ കോയിനെല്ലാം കയറ്റി ചക്കയെല്ലാം വാങ്ങിച്ച് നമ്മളിവിടുന്ന് വിട്ടട്ടെ. നല്ല ലേറ്റായിന്, ഒരു 6 മണി എല്ലാം കഴിഞ്ഞ്, 6 മണി കഴിയാനായിന് നമ്മളിവിടുന്ന് വിടുമ്പം തന്നെ. ഞാൻ ഇവിടുന്ന് ഉപ്പാനോട് കുറേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടിക്ക് ചോദിച്ചിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. കുറേ ആയി ലൈസൻസ് എല്ലാം വാങ്ങി വെച്ചിട്ട്, പക്ഷെ ഓടിക്കലില്ല വണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ഏരിയ എല്ലാം ആകുമ്പോൾ നല്ല ഓടിക്കാൻ, നല്ല സ്മൂത്തായിട്ട് ഓടിക്കാം, എങ്ങനെയായാലും പോകാമല്ലോ. മറ്റു വണ്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അധികം ലേറ്റായി കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോകണം. പിന്നെ ഈ ഒരു ലൈനിൽ ഈ വീഡിയോയിൽ അങ്ങനെ കാണൂല, ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് ഇത് കമ്പി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആനകളെല്ലാം വരുന്നതുകൊണ്ട് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ. പിന്നെ നമ്മളിവിടെ ഉപ്പാൻ്റെ അടി എത്തി നോക്കുമ്പോൾ അവിടെയും ചക്ക വെച്ചതും ഉപ്പിലിട്ട മാങ്ങയും കടുമാങ്ങയും ഒക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പുമാൻ്റെ വേറെ തന്നെ ഒരു കൈപ്പുണ്യാണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്, നല്ല ലൈറ്റായി കേട്ടോ പോകാൻ വേണ്ടി. പിന്നെ വേറൊരു വീട്ടിലും കൂടി കയറിയതിനും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് എന്തായാലും അറിയിക്കണം. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.